പാലക്കാട് കോട്ടായി കോൺഗ്രസ് പാർട്ടി ഓഫീസ് വിവാദത്തിൽ ഇന്നും ധാരണയായില്ല. ആർഡിഒയുടെ നേതൃത്വത്തിൽ ഇന്ന് നടന്ന ചർച്ചയിലും തീരുമാനമായില്ല. പാർട്ടി ഓഫീസ് വിവാദത്തിൽ നിയമപരമായി നീങ്ങുമെന്ന് കോൺഗ്രസ് വിട്ട് സിപിഐഎമ്മിൽ ചേർന്ന കെ മോഹൻകുമാർ പറഞ്ഞു. സിപിഐഎം ജില്ലാ സെക്രട്ടറി വേണ്ടെന്ന് പറയുകയും മോഹൻകുമാർ കോടതിയിൽ പോവുകയും ചെയ്യുന്നത് ഇരട്ടത്താപ്പാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു. ഞാൻ 12-ാം തീയതി രാജിവെച്ച് 16-ാം തീയതിയാണ് സിപിഎമ്മിൻ്റെ ഭാഗമാകാൻ തീരുമാനിച്ചത്. അതുകൊണ്ട് സിപിഎമ്മിന് ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള ഓഫീസിനെ പറ്റിയോ ഈ ഓഫീസിൽ ഞാൻ ഇത്തരത്തിലുള്ള എഗ്രിമെൻ്റ് ചെയ്ത വിവരമോ സിപിഎം എന്ന് പറഞ്ഞ പ്രസ്ഥാനത്തിന് അറിവുണ്ടായിരുന്നില്ല. എനിക്കോ എൻ്റെ പാർട്ടിക്കോ ആ ഓഫീസ് ആവശ്യമില്ലെങ്കിലും നമ്മളെ നിയമപരമായി മാത്രമേ അവിടെ ഒഴിവാക്കാൻ പറ്റുള്ളൂ. എൻ്റെ ഭാഗത്താണ് ന്യായമെന്ന് കോടതി കണ്ടെത്തിയാൽ എൻ്റെ ജില്ലാ സെക്രട്ടറി പറഞ്ഞ പോലെ, ഏരിയ സെക്രട്ടറി പറഞ്ഞ പോലെ ആ സാധനം അന്ന് അവർ പറയുന്ന ഈ ബിൽഡിംഗ് ഓണറിന് ഹാൻഡ് ഓവർ ചെയ്യും. പിന്നെ അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യട്ടെ. ഞാനല്ലല്ലോ കോൺഗ്രസിന് കൊടുക്കുന്നത്. ഇക്ബാൽ അറക്കൽ നമുക്കൊപ്പം ചേരുന്നു. ഇക്ബാൽ അറക്കൽ, പാർട്ടി ഓഫീസ് ഇപ്പോൾ ആർക്ക് കിട്ടും എന്ന കാര്യത്തിൽ ഒരു തീരുമാനമാകാതെ നീളുകയാണോ? സുജിയ, തങ്ങൾക്ക് കോൺഗ്രസ് ഓഫീസ് വേണ്ട എന്ന് കഴിഞ്ഞ ദിവസം സിപിഎമ്മിന്റെ പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു വാർത്താ സമ്മേളനം നടത്തി വ്യക്തമാക്കിയതാണ്. ഇന്ന് നടക്കുന്ന ആർഡിഒ തല ചർച്ചയിൽ ഇക്കാര്യങ്ങൾ ധരിപ്പിച്ചുകൊണ്ട് ഈ കോട്ടയിലെ കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റി ഓഫീസുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ ഒരു അന്തിമ തീരുമാനമുണ്ടാകും, അല്ലെങ്കിൽ ധാരണ ഉണ്ടാകുമെന്നാണ് കരുതിയിരുന്നത്. പക്ഷേ ഈ കെട്ടിടം ഉടമയുമായി കരാറുണ്ടാക്കിയ കഴിഞ്ഞ ദിവസം സിപിഎമ്മിൽ ചേർന്ന കെ മോഹൻകുമാർ നിയമപരമായി ഈ വിഷയത്തിൽ താൻ കോടതിയെ സമീപിക്കാൻ പോവുകയാണ് എന്നുള്ള വിവരമാണ് ആർഡിഒ അറിയിച്ചിരിക്കുന്നത്. കാരണം ഈ വിവാദത്തിനിടയിൽ കോൺഗ്രസ് തനിക്കെതിരെ തെറ്റായ ആരോപണങ്ങൾ ഉന്നയിച്ചു. അത് തനിക്ക് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടിയാണ് താൻ നിയമപരമായി മുന്നോട്ട് നീങ്ങുന്നതെന്നാണ് മോഹൻകുമാർ പറയുന്നത്. ഇനി നിയമപരമായി തന്നെ തനിക്ക് ഈ കെട്ടിടം ലഭിച്ചാലും തനിക്ക് ഒരിക്കലും സിപിഎമ്മിൻ്റെ പാർട്ടി ഓഫീസായി ഈ കെട്ടിടം മുന്നോട്ട് കൊണ്ടുപോകില്ല, അത് കോൺഗ്രസിന് തന്നെ നൽകും. പക്ഷേ ആരോപണങ്ങളിലെ സത്യം അത് എന്താണെന്ന് ബോധ്യം ജനങ്ങൾക്ക് ഉണ്ടാവണം. അതിനുവേണ്ടിയാണ് താൻ നിയമപരമായി മുന്നോട്ട് പോകുന്നതെന്നാണ് മോഹൻകുമാറിൻ്റെ വാദം എന്ന് പറയുന്നത്. കോൺഗ്രസ് ഇതിനെ വലിയ രീതിയിൽ വിമർശിക്കുകയും ചെയ്യുന്നുണ്ട്. ഇരട്ടത്താപ്പാണ് സിപിഎമ്മും അതുപോലെ തന്നെ കെ മോഹൻകുമാറും ചേർന്ന് കളിക്കുന്നത്. സിപിഎം ജില്ലാ സെക്രട്ടറി വേണ്ട എന്ന് പറയുമ്പോൾ മോഹൻകുമാർ നിയമപരമായി നിയമ വഴിയിലേക്ക് നീങ്ങുകയാണോ എന്നറിയാൻ നമുക്ക് കാത്തിരിക്കാം. ഇക്ബാൽ അറക്കലാണ് വിവരങ്ങൾ നൽകിയത്.